ദൈവത്തിന് ഏൽപ്പിച്ച് ദൈവവചനത്തിന്റെ മുമ്പിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം എന്താണ് എന്നോട് ഇന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ആഗ്രഹത്തോടും ഒരു ശ്രദ്ധയോടും കൂടി തന്നെ നമുക്കായിരിക്കാം. Today this Sunday morning we like to focus our attention to Revelation chapter 18. വെളിപാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിലാണ് നാം ഈ 10 ദിവസം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് നാം കൊടുത്തിരിക്കുന്ന തലക്കെട്ട് The Lord Almighty Reigns. സർവശക്തൻ വാഴുന്നു. ഇതാണ് നാം ഇന്ന് ചിന്തിക്കുന്ന ചിന്ത. We have already seen from our other studies. നാം ഇതിനകം തന്നെ പലപ്പോഴും മനസ്സിലാക്കുകയുണ്ടായി, സ്തുതി എന്ന വാക്ക് അഥവാ പ്രൈസ് എന്ന വാക്ക് അഥവാ പഴയ നിയമത്തിൽ ഹല്ലേലൂയ എന്ന വാക്ക് 24 തവണയെങ്കിലും കുറഞ്ഞത് സങ്കീർത്തന പുസ്തകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. The word for praise, hallelujah, was used minimum 24 times in the Old Testament, especially in the book of Psalms. Hallelujah എന്ന വാക്ക് അതൊരു എബ്രായ പദമാണ്, അതൊരു സംയുക്ത പദമാണ്. That means a compound word. സംയുക്ത പദം എന്ന് പറയുമ്പോൾ ഒന്നിലധികം പദങ്ങൾ സമ്മേളിച്ചുണ്ടായി. ഹല്ലേലൂയ എന്ന വാക്ക് 2 പദങ്ങൾ സമ്മേളിച്ച് ഉണ്ടായ വാക്കാണ്. ആദ്യത്തേത് ഹലാൽ എന്ന വാക്ക്. ഹലാൽ എന്ന വാക്ക് പ്രൈസ് എന്നുള്ളതിന്റെ വാക്കാണ്. ഹലാൽ എന്ന വാക്ക്. രണ്ടാമത്തേത് യാ എന്ന വാക്ക് അല്ലെങ്കിൽ എ എന്ന വാക്ക്. അത് യഹോവ അല്ലെങ്കിൽ യഹോവ എന്നതിന്റെ ചുരുക്കവാക്കാണ്. 2 പദങ്ങൾ. The first Hebrew word for praise is halal plus the sacred name for God, Yah. That is a short form of Yehovah or Yahweh. Yah എന്നാണ് യഹോവ അല്ലെങ്കിൽ യാഹ്വേ എന്നാണ് ആ ചുരുക്ക വാക്കിന്റെ വിശദമായ രൂപം. ഈ 2 വാക്കുകളും കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഹല്ലേലൂയ എന്ന വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. പഴയ നിയമത്തിൽ അനവധി തവണ യഹോവയെ സ്തുതിപ്പിൻ എന്ന മലയാള ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എബ്രായ വാക്ക് ഹല്ലേലൂയ എന്ന വാക്കാണ്. പഴയ നിയമത്തിൽ അനവധി തവണ കാണാൻ കഴിയും. The term is so ingrained in our religious vocabulary. നമ്മുടെ ഭക്തിയുടെയും മതത്തിന്റെയും ഭാഷാ നിഘണ്ടുകളിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ മനസ്സിൽ ഈ വാക്കുകൾ വളരെയധികം നിറഞ്ഞു കിടക്കുന്നു. So we assume that it will be found throughout the scriptures. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും പുതിയ നിയമത്തിൽ ഉടനീളം ഈ ഹല്ലേലൂയ എന്ന വാക്കുണ്ടാകും എന്ന്. ഇല്ല, പുതിയ നിയമത്തിൽ 4 സ്ഥലത്ത് മാത്രമാണ് ഹല്ലേലൂയ എന്ന വാക്ക് കാണുവാൻ കഴിയുന്നത്. ആ 4 സ്ഥലവും വെളിപാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിലാണ്. വെളിപാട് പുസ്തകത്തിൽ ഇതിനകം തന്നെ 19-ാം അധ്യായത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പല തവണ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ സൂചനകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ദൈവത്തിന്റെ സ്തുതിയുടെ ക്ലൈമാക്സ്, അതിന്റെ പാരമ്യം എത്തിച്ചേരുന്നത് 19-ാം അധ്യായത്തിലാണ്. ഒരു വിധത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ദൈവവചനത്തിന്റെ പിന്തുണയോടെ the heart of worship is praise. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതിന്റെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് തന്നെയാണ്. Basically we have to praise God for 2 things. അടിസ്ഥാനമായി ദൈവത്തെ സ്തുതിക്കണം എന്ന് നാം പറയുമ്പോൾ ദൈവവചനത്തിന്റെ പരിശുദ്ധമായിട്ടുള്ള വെളിപ്പെടുത്തലിൽ സ്തുതി എന്ന് പറയുന്നത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളിലാണ്. ഇത് എന്റെ അഭിപ്രായമല്ല, ദൈവവചനം നൽകുന്ന തെളിവുകളാണ്. Basically we have to praise God for 2 things. അടിസ്ഥാനമായി 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ ദൈവത്തെ സ്തുതിക്കേണ്ടത്. അതിന് ആധാരമായി വേണമെങ്കിൽ സങ്കീർത്തനം 150-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. Let us read Psalm 150, 150 verse 2. അവന്റെ വീര്യപ്രവർത്തന നിമിത്തം അവനെ സ്തുതിപ്പിക്കും. ഒന്ന്,
അവന്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. 2, അവന്റെ മഹിമയ്ക്കൊത്തവണ്ണം. 2 കാരണങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിന് വചനം നൽകുന്നു. There are 2 things we need to praise God for. 2 things. First, what he has done. ദൈവവൈതലേ, ആ ദൈവം നിന്റെയും എന്റെയും ജീവിതത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഇന്നുവരെയും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്ന് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. ദൈവം നിങ്ങളെയും എന്റെയും ജീവിതത്തിൽ ഇതുവരെ ചെയ്തിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വീര്യപ്രവർത്തികൾ. വീര്യപ്രവർത്തി എന്ന് പറയുമ്പോൾ എപ്പോഴും അതൊരു അത്ഭുത പ്രവൃത്തിയാകണമെന്നില്ല. ദൈവം നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതാകാം. അനുഗ്രഹീതമായി നമ്മുടെ ഒരു ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിച്ച് പൂർത്തിയാക്കിയതാകാം. ദൈവം നമ്മുടെ പലവിധ കാര്യങ്ങളിൽ, പ്രയാസങ്ങളിൽ ഉത്തരങ്ങൾ, പരിഹാര മാർഗങ്ങൾ തെളിയിച്ചു തന്നതാകാം. ചിലപ്പോൾ നാം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നമ്മുടെ രോഗത്തിന് ഒരു ആശ്വാസം ഉണ്ടായതാകാം. ഇതെല്ലാം ഉപരിയായി പാപത്തിന്റെ ചെവിക്കുണ്ടിൽ കിടന്ന നമ്മുടെയോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെയോ ആരുടെയോ ജീവിതത്തില് ദൈവം വ്യക്തമായിട്ടുള്ള ആ ഒരു ആശ്വാസം, രക്ഷയുടെ അനുഗ്രഹം കൊടുത്തതാകാം. അല്ലെങ്കിൽ നമ്മൾ 3 ദിവസം നമ്മൾ കേട്ടതുപോലെ കർത്താവിന്റെ വിശുദ്ധമായ പഥ്യവചനം നമുക്ക് ബോധ്യപ്പെടാനും അതിന്റെ വ്യക്തമായ നിശ്ചയം ഓരോരുത്തർക്കും ലഭിക്കുവാൻ കർത്താവിന്റെ സഭയെ ദൈവം ഒരുമിച്ച് കൂട്ടിവരുത്തി ആ വ്യക്തമായ പഥ്യവചനത്തിന്റെ ഉറപ്പ് കൊടുത്ത ആ വലിയ നന്മയെ കുറിച്ചാകാം. ഞാൻ ഈ കൊയ്യിനെ കുറിച്ച് ഏറ്റവും വലിയ സന്തോഷിക്കുന്നത് ആ ഒരു വിഷയമാണ്. Not about the people attended, not about the how well it was conducted, എത്ര നന്നായിട്ട് സംഘടിപ്പിക്കപ്പെട്ടു, എത്ര നന്നായിട്ട് കാര്യങ്ങൾ നടന്നു എന്നതൊന്നുമല്ല. ദൈവകൃപയാൽ നാം തെരഞ്ഞെടുത്ത വിഷയവും ആ വിഷയത്തെ കുറിച്ചുള്ള വ്യാഖ്യവും ആ വിഷയം അവതരിപ്പിക്കപ്പെടുവാൻ സാധിച്ചതും ആ ദൈവം തന്റെ വിശുദ്ധന്മാർക്ക് പരമേൽപ്പിച്ച ആ പൊതുവിലുള്ള വിശ്വാസത്തെ കുറിച്ചുള്ള തിരിച്ചറിവും അതിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ബോധവും ദൈവം തന്റെ ജനത്തിന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാൻ ആ സന്ദർഭങ്ങൾ ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ ദൈവത്തെ ഈ പ്രഭാതത്തിലും ഇന്നലെയും ഞാൻ സ്തുതിക്കുവാൻ എന്നെ സഹായിച്ചത്. വന്നവർ വന്നും വെച്ചുകൊണ്ടിരിക്കാം. ഒരു അനുഭവം, ആ ഒരു സന്ദർഭം ദൈവം. അപ്പോൾ ഒന്നാമത് ദൈവത്തെ സ്തുതിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൈസ് ദി ലോർഡ് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റാകാൻ ചിലരുടെയെങ്കിലും ജീവിതത്തില് ദൈവത്തെ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ ആ 3 വാക്കുകൾക്ക് അപ്പുറം വേറെ ഒന്നും മനസ്സിൽ വരുന്നില്ല. ആ 3 വാക്കുകൾക്ക് അപ്പുറമായിട്ട് അതിന്റെ പിന്നില് ദൈവം എന്ത് ചെയ്തു എന്ന ബോധ്യത്തിൽ നിന്നല്ല ആ വാക്കുകൾ പലപ്പോഴും വരാറുള്ളത്. അങ്ങനെ വന്നാൽ ആ നാമം വൃഥാ എടുക്കുകയാണ്. കാരണം ഹല്ലേലൂയ എന്ന വാക്കിന്റെ ഒരു ഭാഗം ആ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമമാണ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ചുരുക്കമായ രൂപമാണ് യാഹ എന്ന വാക്ക്. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അവസാന വാക്ക് പരിശുദ്ധനായ യഹോവയുടെ, യാഹോവയുടെ ആ പരിശുദ്ധ നാമത്തിന്റെ ചുരുക്കിയ രൂപമാണ്. ഇസ്രായേൽ ജനങ്ങൾ ആ നാമം ഒരിക്കലും അവരുടെ അധരങ്ങളിൽ എടുക്കുവാൻ അവർ ധൈര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ നാം ദൈവത്തെ ദൈവമേ സ്തോത്രം എന്നൊക്കെ പറയുമ്പോൾ ദൈവമേ സ്തോത്രം എന്ന വാക്ക് മാത്രമാണ് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് സഹോദര സഹോദരി നീ ആ പ്രൈസ്തലോട് ഉച്ചരിച്ചത്? ദൈവത്തെ ദൈവം നിനക്ക് ചെയ്തതിന്റെ പേരിലാണ് നീ അത് പറഞ്ഞത്. ഒന്നാമത് അത് മനസ്സിലാക്കുക. ദൈവത്തെ സ്തുതിക്കുമ്പോൾ 2 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട്. ഒന്ന് ദൈവത്തെ കുറിച്ച്, ഒന്ന് വാട്ട് ഹി ഹാസ് ഡൺ, 2 ഹു ഹി ഈസ്. ദൈവം ആര്, ദൈവം ആരെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. അപ്പോൾ ദൈവ മഹത്വത്തിന്റെ, ഔന്നിത്യത്തിന്റെ നടുവിൽ നിൽക്കുന്നതിനാണ്. ദൈവം ആരെന്നുള്ള ബോധം വേണം. 150 സങ്കീർത്തനം നമ്മൾ വായിച്ചപ്പോൾ ആദ്യം നമ്മൾ കണ്ടു അവന്റെ വീര്യപ്രവൃത്തികൾ, the marvelous wonderful works, the ways in which God is dealing in the history of Israel and the individual life of these people.
തന്റെ ജനത്തിന്റെ ജീവിതത്തില് അത്ഭുതകരമായ ദൈവം നടത്തുന്ന വിധങ്ങൾ, ദൈവമക്കൾ 10 ദിവസം ഒരുമിച്ച് കൂടി വരുമ്പോ പഴയ ഭാഷയിൽ പറഞ്ഞ് അവർ കൊണ്ടുവരുന്ന ബാസ്കറ്റ് നിറയെ ദൈവം എന്റെ ജീവിതത്തിൽ ഇന്നലെ വരെ ഈ നിമിഷം വരെ ചെയ്തതായ അനുഗ്രഹിക്കപ്പെട്ട നന്മയുടെ തിരിച്ചറിവ്, ആ ഫലസമൃദ്ധി, ആദ്യ വിളവ്, ആദ്യ ഫലം എന്ന പോലെ എന്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വിധങ്ങളെ കുറിച്ചുള്ള നന്ദി നിറഞ്ഞ ഒരു അനുഭവത്തോടു കൂടിയായിരിക്കണം. പക്ഷെ അതിലേക്ക് അപ്പുറമായിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. ആ സങ്കീർത്തനത്തിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ്? അവന്റെ വാക്യം വായിക്കാൻ അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം കുറച്ചൊരു കസേരയെ പിടിച്ചിരുത്തരുത്, ഒരു ചെറിയ സ്റ്റൂളിൽ പിടിച്ചിരുത്ത്, ഒരു മാറ്റിട്ടിട്ട് ഇരുത്തരുത്. പരിശുദ്ധനും വിശുദ്ധനും ഉന്നതനുമായ കിരൂബുകൾക്ക് പോലും ആ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാത്തവണ്ണം തങ്ങളുടെ ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് പാടിപ്പാടി നടക്കുന്ന പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് മാത്രം വിശുദ്ധമായ അങ്കണത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് അങ്ങനെ മാത്രം പറയാൻ കഴിയുന്നവനെ നാം ഉയർത്തുമ്പോൾ ഉയർത്തേണ്ട മാക്സിമം ഉയരത്തിൽ വെച്ചിട്ട് വേണം സ്തുതിക്കാൻ. മനസ്സിലും ചിന്തകളിലും നൂറുകൂട്ടം കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള സംശയവും വചനത്തോടുള്ള ബന്ധവുമില്ലാതെ, ദൈവത്തിന്റെ വിശുദ്ധമായി വെളിപ്പെട്ടിരിക്കുന്ന വിശുദ്ധ വചനത്തിൽ വിശ്വാസമില്ലാതെ അധരത്തിൽ ദൈവമേ സ്തോത്രം എന്ന് ഉച്ചരിച്ചാൽ ദൈവം സ്തുതിക്കപ്പെടില്ല. കേൾക്കുന്ന ആള് ആമേൻ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം വ്യക്തമാണ്, പ്രമാണം വ്യക്തമാണ്, ചട്ടം വ്യക്തമാണ്. So you need to praise God because minimum for 2 things about God. ഒന്ന്, എന്താണ് പറയാൻ നമുക്ക് ഒരുമിച്ച്? ദൈവം ചെയ്ത വീര്യപ്രവൃത്തികൾ നിമിത്തം, what he has done for me and for us. 2, അവൻ ആര്? അവന്റെ മഹിമാതി, അവന്റെ തേജസ്, അവന്റെ. അതുകൊണ്ടാണ് എപ്പോഴും പലപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, ദൈവവചനവുമായി ഇരിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ആ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് അടയ്ക്കുന്നതിന് മുമ്പ് മനസ്സോട് ചോദിക്കണം, എന്റെ ഇന്നത്തെ വായനയിൽ നിന്ന് എന്റെ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഞാൻ ഇന്ന് രാവിലെ വായിച്ചത് വിലാപങ്ങളുടെ പുസ്തകമാണ്. അവിടെ ദൈവത്തോട് പറഞ്ഞത്, നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് നിന്നോടുള്ള എന്റെ ദയവുണ്ടാണ്. വഴിക്ക് ദൈവത്തിന് ദയ കാണാൻ സാധിച്ചു. ഞാൻ മുടിഞ്ഞു പോകാമായിരുന്നു, നിന്നോടുള്ള എന്റെ ദയ കൊണ്ടാണ് നീ മുടിഞ്ഞു പോകാറ്. ഇസ്രായേൽ ജനങ്ങൾ യെരൂശലേം തകർന്നറിഞ്ഞ് കിടക്കുമ്പോൾ യിരെമ്യാവ് വിലപിച്ചപ്പോൾ ദൈവം പറഞ്ഞു, യിരെമ്യാവ് നീയും മുടിഞ്ഞു പോകാമായിരുന്നു. So praise according to his excellent grace. So the Hallelujah chorus of chapter 19 of Revelation focuses on these 2 topics. പുതിയ നിയമത്തിലെ ഏക വേദഭാഗം, ഹല്ലേലൂയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പുതിയ നിയമത്തിലെ ഏക വേദഭാഗമായ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിലും ഈ 2 ഫോക്കസിലാണ് ഹല്ലേലൂയ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ദൈവം ചെയ്ത വീര്യപ്രവർത്തികൾ. 2, അവന്റെ മഹിമാധിക്യത്തിനൊത്തവണ്ണം അവൻ ആരെന്നുള്ളതിനെ കുറിച്ച്. നമുക്ക് വെളിപാട് പുസ്തകം 19 വരാം. വെളിപാട് പുസ്തകം 19-ാം അധ്യായം ആദ്യത്തെ ഒന്നാമത്തെ വാക്യം മാത്രം ഇപ്പോൾ ഒന്ന് വായിച്ചു കേൾക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. എവിടെയാണ് ഘോഷം കേട്ടത് യോഹന്നാൻ? സ്വർഗത്തിൽ. മറക്കരുത്, റോമൻ സാമ്രാജ്യത്തിന്റെ വിരാധമായിട്ടുള്ള ആക്രമണത്തിന്റെ നടുവില് വേദനിച്ച് നിലവിളിച്ച് കുടുംബങ്ങളിൽ പലരും രക്തസാക്ഷികളായി വെട്ടിക്കൊല്ലപ്പെട്ട് തകർന്നടിഞ്ഞ് കിടക്കുന്ന ദൈവമക്കളുടെ ഒരു അന്തരീക്ഷത്തിന്റെ നടുവില് നിലവിളിക്കുന്ന ദൈവമക്കളുടെ നടുവിൽ ദൈവം യോഹന്നാൻ എന്ന പ്രിയപ്പെട്ട അപ്പോസ്തലനെ ആത്മാവിന്റെ നിറവിൽ ഉയർത്തിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുചെന്ന് ആത്മാവിൽ വിവശതയുടെ നടുവിൽ നിർത്തിക്കൊണ്ട് അവൻ അവിടെ വെച്ച് കാണിച്ചു കൊടുത്ത രംഗങ്ങളിൽ ഒന്നാണ് സ്വർഗത്തിൽ നടക്കുന്ന ഈ വലിയ സംഘഗാനം. സ്വർഗത്തിലെ സംഘഗാനം. സ്വർഗത്തിലാണ് അവർ ദൈവത്തിൽ ആ ദർശനം കാണിക്കുന്നത്. സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് എന്താണ്? ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. മതി. താങ്ക് യു. അവിടെ സ്വർഗത്തിൽ ചെന്നപ്പോൾ അപ്പോസ്തലൻ യോഹന്നാൻ കേട്ടു, ആത്മാവ് പറഞ്ഞ് എഴുതണം. അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഈ പുസ്തകത്തിൽ ഇന്ന് നമ്മളത് വായിച്ചത്.
അന്ന് വെളിപ്പെടുത്തിയത്, കാണിച്ചു കൊടുത്തത് ആത്മാവ് പറഞ്ഞു, യോഹന്നാനെ നീ എഴുതണം. താഴഭൂമിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ വെളിപ്പെടുത്തൽ, ഈ ദർശനം. നീ എഴുതണം. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കൾക്ക് ആശ്വാസം കിട്ടിയതുപോലെ, കാഴ്ചപ്പാടുകൾ കിട്ടിയതുപോലെ, ഇന്ന് കേൾക്കുന്ന 2015 ഈ ഒരു ഓഗസ്റ്റ് മാസം 30-ാം തീയതി നമ്മളോടും അതേ ജീവനുള്ള വചനം ഇടപെടുന്നു. സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിൽ വ്യത്യസ്തമാണ്. നമ്മൾ സന്തോഷിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന പലപ്പോഴും നന്മകൾ ഉണ്ടാകുന്നത് കാണുമ്പോഴാണ്. നമ്മുടെ വ്യാകരണത്തിലുള്ള ഡെഫിനിഷൻസിലുള്ള നന്മ. ഇവിടെ നമ്മൾ പക്ഷേ അധികം സമയത്ത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് 2-ാം വാക്യത്തിലേക്ക് നോക്കിയാൽ എന്താണ് ഈ ഹല്ലേലൂയ ഉണ്ടാകാനുള്ള അന്തരീക്ഷം, ഹല്ലേലൂയ ഉണ്ടാകാനുള്ള കാരണം ഏതു എന്താണെന്ന് പറയുമ്പോൾ, വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വശരാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തന്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുക കൊണ്ട് ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ യഹോവയെ സ്തുതിച്ചത്, ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ എന്ന വാക്ക് ഉണ്ടായത് എവിടെ വെച്ചാണ്? അവിടെ പറയുന്നത് നോക്കുക, സ്വർഗത്തിൽ വെച്ചാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? applaud that seems to applaud the harsh and unrelenting wrath of God. വിട്ടുവീഴ്ചയില്ലാത്ത ദൈവത്തിന്റെ വളരെ കർശനമായ ദൈവത്തിന്റെ നടപടികളും ക്രോധം ഉയർന്നു വന്നു. ക്രോധത്താൽ ചില കാര്യങ്ങൾ നശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ദൈവമക്കളുടെ നടുവിൽ നിന്ന് എന്തുണ്ടായത്? ഹല്ലേലൂയ ഉണ്ടായത്. നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് we are more familiar with rejoicing over a sinner, മുടിയിലാപത്തിൽ മടങ്ങി വന്നതുപോലെയുള്ള, അല്ലെങ്കിൽ വഴിയിൽ കിടന്ന, നശിച്ചു കിടന്ന, പാപത്തിൽ കിടന്ന, ചെളിയിൽ കിടന്ന ഒരു പാപിയായ മനുഷ്യൻ മടങ്ങി വരുന്ന സമയത്ത് നാം ഒരുപക്ഷെ സാധാരണ ഫെമിലിയർ ആണ് എന്ന് പറയാൻ, ഹല്ലേലൂയ പറയാൻ. പക്ഷേ ദൈവജനത്തെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ശ്രമിച്ച വേൾഡ് സിസ്റ്റം 18-ാം അധ്യായം നമ്മുടെ വെളിപാട് പഠനത്തിൽ അല്ലാത്തത് കൊണ്ട് ഇവിടെ പറയുന്ന നശിപ്പിച്ച വേശ്യാവൃത്തിയുടെ ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യ എന്ന് പറയുന്നത് സ്പിരിച്വൽ ലാംഗ്വേജ് ആണ്. ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നിന്നും, ദൈവത്തിന്റെ വിശുദ്ധമായ വചനത്തിന്റെ പരിശുദ്ധമായ സത്യത്തിൽ നിന്നും ദൈവമക്കളെ വളച്ചൊടിച്ച് വശീകരിച്ച് വഴിതെറ്റിക്കുവാൻ ശ്രമിക്കുന്ന സകല ശ്രമങ്ങളും, ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും മറ്റും ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന സകല പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും പഴിമറ്റ് ദൈവം പറയുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യുകയാണ്? പരസംഗം ചെയ്യുകയാണ്. പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ വഷളാക്കുന്ന ഈ ശക്തികൾ. റോമൻ സാമ്രാജ്യം തുടങ്ങി ബാബിലോൺ സാമ്രാജ്യത്തിൽ മഹതിയ ബാബിലോൺ എന്നറിയപ്പെട്ട ഈ സ്ത്രീ, അവളാണ് വിശുദ്ധന്മാരുടെ രക്തവും കുടിച്ചുകൊണ്ട് മൃഗത്തിന്റെ പുറത്തിങ്ങനെ ഇരിക്കുന്നത്. സകല സാമ്രാജ്യങ്ങളെയും ആദ്യ സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യം, ആ ബാബിലോൺ സാമ്രാജ്യത്തിൽ നിന്ന് സകല തിയോളജികളും, സകല ദുരുപദേശങ്ങളും, സകല ചിന്താഗതികളും, ലൗകിക കാഴ്ചപ്പാടുകളും, സകല ഇസങ്ങളും പുറപ്പെട്ടതിന്റെ ഉറവിടമായ ബാബിലോൺ. അവിടെ ഇവിടെ ചിത്രമായിട്ട് കാണിച്ചിരിക്കുന്ന മൃഗത്തിന്റെ പുറത്തിരിക്കുകയാണ്. അതായത് ദ വേൾഡ് സിസ്റ്റം, ലോക വ്യവസ്ഥ. അതിന്റെ നടുവിൽ കിടക്കുന്ന ദൈവമക്കളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന, തകർക്കുന്ന, നശിപ്പിക്കുന്ന, വഞ്ചിക്കുന്ന ലോക വ്യവസ്ഥ. അതിനെയാണ് ദൈവം എന്ത് ചെയ്തത്? ഇവിടെ ശിക്ഷ നടത്തിയത്. അതിനുവേണ്ടിയാണ് ദൈവം ശിക്ഷ നടത്തിയത്. അതാണ് സ്വർഗത്തിൽ എന്തുയരാൻ കാരണമായത്, ഹല്ലേലൂയ കാരണമായത്. സാധാരണ ക്രിറ്റിക്സ് ഓഫ് ദ ബൈബിളിൽ വിമർശിക്കുന്നവർ, ദൈവത്തിൽ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ വഴിതെറ്റിക്കുന്നവർ, യുവതലമുറയെ വഴിതെറ്റിക്കുന്നവർ, ബൈബിളിൽ തെറ്റുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവർ പറയും, അയ്യോ ഒരു ഈവിള്, ഒരു തിന്മ, അതായത് ശിക്ഷാവിധി നടന്നതിന്റെ പേരില് ദൈവമക്കള് എന്ത് ചെയ്താൽ എഴുതി വെച്ചിട്ടുണ്ട്? ഹല്ലേലൂയ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. ദൈവം വെട്ടിക്കൊന്നപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു, ദൈവം തകർത്ത് കളഞ്ഞപ്പോൾ ദൈവമക്കൾ ഹല്ലേലൂയ പറഞ്ഞു എഴുതി വെച്ചിരിക്കുന്നു. അറിവില്ലാതെ പലരും അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ഇവിടെ ഹല്ലേലൂയ സ്വർഗത്തിൽ ഉയരുവാനുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കണം. അതിന് താഴേക്ക് നോക്കണം. അന്നത്തെ സമയം the Christians were struggling for existence. ഇന്ന് നമുക്കൊന്നും സുപരിചിതം പോലും ഇല്ലാത്തൊരു അന്തരീക്ഷം. അന്ന് ദൈവമക്കളായവർ നിലനിൽക്കുവാൻ, ജീവിക്കുവാൻ ബുദ്ധിമുട്ടുകയാണ്.
Their lives were at stake. അവരുടെ ജീവൻ വല്ലാതെ ഭീഷണിയിലാണ്. They had lost members of their families. പല കുടുംബങ്ങളിൽ അച്ഛനെ കൊന്നു, അമ്മയെ വെട്ടിക്കൊന്നു, ആൺമക്കളെ കൊന്നു കളഞ്ഞു ദൈവമക്കളായതിന്റെ പേരിൽ. അങ്ങനത്തെ ഒരു അന്തരീക്ഷം. ദൈവമക്കളെ സിംഹത്തിന്റെ നടുവിലേക്ക്, സിംഹക്കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന കൊളോസിയത്തിന്റെ നടുവിൽ സിംഹങ്ങളെ തുറന്നു വിട്ട് അതിന്റെ നടുവിലേക്ക് ക്രിസ്ത്യാനികളെ വലിച്ചെറിയുന്ന കാലഘട്ടം. രാത്രി റോമിന്റെ തെരുവീതികളിലെ ക്രിസ്ത്യാനികളെ വലിയ തടിക്കഷ്ണത്തില് കെട്ടിവെച്ചിട്ട് രാത്രി ആ റോമൻ പട്ടണത്തിന് വെളിച്ചം പകരാൻ ക്രിസ്ത്യാനികളെ ചുട്ട് കരിക്കുന്ന കാലഘട്ടം. ദൈവമക്കളായിട്ടുള്ള പുറത്ത് മൃഗങ്ങളെയും ആണിന്റെയും മറ്റും തൊലികൾ പുതപ്പിച്ചിട്ട് വേട്ട നായ്ക്കളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന കാലഘട്ടം. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് their souls cried for reassurance. ഈ അന്തരീക്ഷത്തിലെ ദൈവമക്കള് ഒരു സമാശ്വാസത്തിന് വേണ്ടി, ഒരു റീഅഷ്വറൻസിന് വേണ്ടി, ഒരു പുനഃപ്രത്യാശയ്ക്ക് വേണ്ടി, നമുക്ക് പ്രതീക്ഷയുണ്ടെന്നുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടി അവർ കാതോർത്ത് നിൽക്കുന്ന സമയം. അതാണ് ഈ പുസ്തകത്തിൽ ദൈവം അവർക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് അവർ ഹല്ലേലൂയ പറയുന്നത്. സ്വർഗത്തിലാണ് അവർ പറഞ്ഞെങ്കിലും യോഹന്നാൻ കേൾപ്പിച്ചതിന്റെ കാരണം അതാണ്. ഈ ദൈവമക്കളെ തകർത്ത, ദൈവമക്കളെ ഉപദ്രവിക്കുന്ന, ദൈവമക്കളെ തകർക്കുന്ന, നശിപ്പിക്കുന്ന ആ ക്രിസ്ത്യാനികളുടെ പുറകെ നടക്കുന്ന ഈ ശത്രുവിനെ ദൈവം എന്ത് ചെയ്തു? കൈകാര്യം ചെയ്തു. ദൈവമക്കൾ എന്ത് വിളിച്ചു പറഞ്ഞു? ഹല്ലേലൂയ. പക്ഷെ അതേ സമയത്ത് മറക്കരുത്, ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു എംഫസൈസ്, ഇവിടെ ഈ അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ പറഞ്ഞതിന്റെ പേരില് ദൈവമക്കളായിട്ടുള്ളവർക്കുണ്ടാകുന്ന ദുരന്തങ്ങള്, നഷ്ടങ്ങള്, രോഗങ്ങള്, ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കേൾക്കുമ്പോൾ, കാണുമ്പോൾ ഒരു ദുസ്സന്തോഷത്തോടെ മറ്റുള്ളവർക്കുണ്ടാകുന്ന വീഴ്ചകൾ കണ്ട് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഹല്ലേലൂയ പറയണമെന്നാണോ? അല്ല. വേണമെങ്കിൽ പറയാം, 19 അവരെ കൊന്നതിപ്പോൾ ഹല്ലേലൂയ കേട്ടില്ലേ, അതുകൊണ്ട് നോക്ക് എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് ബോധം വഴിക്ക് പറഞ്ഞിരിച്ച് വീണില്ലേ, ഹല്ലേലൂയ. ഇല്ല, വചനം അനുവദിക്കില്ല. ഇവിടെ വിഷയം ഇപ്പോൾ അതല്ല. ഇവിടുത്തെ ഹല്ലേലൂയ മനസ്സിലാക്കണം. ഈ ഹല്ലേലൂയ കോറസ് denotes not revenge but requital. അതായത് പ്രതിക്രിയ. ദൈവവൈദ്യരെ നിന്നെ ഉപദ്രവിച്ച, നിന്നെ തകർത്ത, നിന്നെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയ അന്ധകാര ശക്തി ആര് കൈകാര്യം ചെയ്തു? ദൈവം. ഹല്ലേലൂയ. അതാണ് ഇവിടുത്തെ ഹല്ലേലൂയ. The principal theme is not vengeance but vindication. ഇവിടെ ഹല്ലേലൂയയുടെ പിന്നിലുള്ള കാരണം പ്രതികാരമല്ല, വിൻഡിക്കേഷൻ ആണ്. അതായത് ദൈവമക്കളെ ആരോപണ വിമുക്തരാക്കി ദൈവം. ദൈവമക്കളെ പുറത്ത് ചെളിവാരി എറിഞ്ഞ ആരോപണങ്ങൾ ഇങ്ങനെ കുന്നുപോലെ പുറപ്പെടുവിക്കുകയാണ്. ദൈവം തന്റെ ജനത്തെ, തന്റെ മക്കളെ ആരോപണ വിമുക്തരാക്കി. എന്നും ലോകത്തിന്റെ അവസാനം അത് മാത്രമാണ് തെളിയാൻ പോകുന്നത്. ക്രിസ്ത്യൻസ് ആൻഡ് ദ കോസ് ഓഫ് ക്രൈസ്റ്റ് വിൽ ബി ഷോൺ ടു ബി റൈറ്റ്. അവസാനം ലോകത്തിന്റെ മുമ്പിൽ ദൈവം കാണിച്ചു കൊടുക്കും. ക്രിസ്ത്യാനികൾ, വചനപ്രകാരം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ, കർത്താവിന്റെ കാരണത്തിന് വേണ്ടി, മാർഗത്തിന് വേണ്ടി ജീവിക്കുന്നവർ, അവർ മാത്രമാണ് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന 130 കോടി ജനത്തിൽ ശരിയായിട്ടുള്ളവർ. They are the only people who are right. ദൈവം എല്ലാ ആരോപണങ്ങളിൽ നിന്നും അവരെ വിമുക്തമാക്കും. പറയും, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് അവൻ എന്ത് കൊടുക്കും? പ്രതികാരം കൊടുക്കും. ദൈവമക്കളെ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ദൈവം ഇടപെടും. ഒരാളെ 3-ാം വാക്യം പറയുന്നുണ്ട്, 2-ാം വാക്യത്തിന്റെ അവസാനം പറയുന്നുണ്ട്, തന്റെ ദാസന്മാരുടെ രക്തം അവളുടെ കൈകളിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? ചോദിച്ച് പ്രതികാരം ചെയ്തു. ദൈവദാസന്മാർ ക്രിസ്ത്യാനികളെ കുറിച്ചാണ്. ദൈവമക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം ദൈവം ചോദിക്കുന്നത്. അതിനാണ് ഇവിടെ ഹല്ലേലൂയ ഉണ്ടായത്. ഇനി നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ അടുത്ത് നോക്കാം. 1-ാം വാക്യം, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. ഹല്ലേലൂയ. 3 വാക്കുകൾ അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? രക്ഷ, മഹത്വം, ശക്തി. രക്ഷ, മഹത്വം, ശക്തി. 3 words. രക്ഷ, salvation, glory, mahottam, shakti, power. That have been attributed to God previously in the same book. ഈ 3 കാര്യങ്ങൾ, രക്ഷ, ശക്തി, മഹത്വം, ദൈവത്തിന് വേണ്ടി തന്നെ നൽകപ്പെട്ടിരിക്കുന്നവയാണ്. അത് ദൈവത്തിൻ്റെതാണ്. 4-ാം അധ്യായം 11-ാം വാക്യം.
5-ാം അധ്യായം 12-ാം വാക്യം 4:11, 5:12, 7:12, 7:12, 12:10 തുടങ്ങിയ അധ്യായങ്ങളിൽ ഇത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൽ ഓൾറെഡി അസ്ക്രൈബ്ഡ് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പശ്ചാത്തലം ഓർമ്മപ്പെടുത്തട്ടെ. ഇപ്പൊ 3 വാക്കുകൾ ഏതൊക്കെയാണ് ഒരുമിച്ച് പറയാം? രക്ഷ, മഹത്വം, ശക്തി. റോം വിശ്വസിച്ചു, റോം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. And believe that glory and power were uniquely hers. മഹത്വവും ശക്തിയും റോമൻ സാമ്രാജ്യം അഹങ്കാരത്തോടെ ഹുങ്കാരത്തോടെ പറഞ്ഞു നമ്മുടെ കയ്യിലാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇരുമ്പ് ഭരണമായിരുന്നു റോമിന്റെ ഭരണം. അവർ പറഞ്ഞു മഹത്വവും ശക്തിയും നമ്മുടേതാണ്. അവർ വിശ്വസിച്ചു. സീസർ പറഞ്ഞു I am the savior of the world. നിങ്ങൾ എന്നെ ആരാധിക്കണം. I am the savior. Caesar the savior. Caesar save us. ഇതാണ് പശ്ചാത്തലം. പക്ഷേ ദൈവം പറയുന്നു you are wrong. Wrong, you are wrong. നീ തെറ്റാണ്. യഹോവയ്ക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ പറയുന്നോക്ക രക്ഷയും ശക്തിയും മഹത്വവും ആർക്കുള്ളത്? 1-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ കാണുന്നത് ആർക്കുള്ളത്? നമ്മുടെ ദൈവത്തിനുള്ളത്. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. Read that sentence from the English. Hallelujah. Hallelujah. Salvation and glory and power belongs to our God. Belongs to our God. മനുഷ്യ, കീടമായ മനുഷ്യ, പുഴുവായ മനുഷ്യ, ഇത് നീ എടുക്കരുത്. ഈ മഹത്വവും ശക്തി നിനക്കുണ്ടെന്ന് പറയരുത്. റോമേ, ആ രാഷ്ട്രമേ, ഇത് നിന്റെ കയ്യിലല്ല. Each of these 3 great attributes should awaken his response in the heart of a man. നീ ശ്രദ്ധിക്കുക. ദൈവമേ, ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊക്കെ ദൈവം ശ്രദ്ധിക്കുക. ഈ 3 ഗ്രേറ്റ് ആട്രിബ്യൂട്ട്സ് നമ്മുടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നോക്കുക, ഈ 3 ഗ്രേറ്റ് ആട്രിബ്യൂട്ട്സ്. ഒന്നാമത് എന്താണ്? രക്ഷ. ഓരോ ആട്രിബ്യൂട്ടും ദൈവമക്കളുടെ മനസ്സില് ഒരു വികാരം ഉണർത്തും. ദൈവമക്കളുടെ മനസ്സില് ഒരു പ്രതികരണം ഉണർത്തും. The salvation of God should awaken a gratitude. നന്ദി. ദൈവപൈതലെ, നീ രക്ഷപ്പെട്ടതിനെ കുറിച്ച് നിനക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ ഏത് വിധത്തിൽ കടന്നു, എങ്ങനെ കടന്നു, നമ്മളെ കൊല്ലൂരിൽ സംസാരിച്ചതുപോലെ എന്റെ ജീവിതത്തിൽ അതിനേക്കാൾ ഭയാനകമായ അവസ്ഥയാണ്. എപ്രകാരമുള്ള ജീവിതത്തിൽ നിന്നാണ് ദൈവം നിങ്ങളെയും എന്നെയും ഈ അനുഗ്രഹീതമായ സ്വർഗീയമായ രക്ഷയുടെ വിശുദ്ധമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമ്മുടെ പഴയകാല ജീവിതത്തിൽ ഓർത്തു കഴിഞ്ഞാൽ തീർച്ചയായും രക്ഷയെ കുറിച്ച് ശരിയായ തരത്തില് ധ്യാനിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തോട് എന്തുണ്ടാകും? നന്ദി ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൊലോസ്യർക്ക് പറഞ്ഞത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് നിന്നെ വിളിച്ചതിന്റെ പിതാവായ ദൈവത്തെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഒന്നാമത് രക്ഷയെ കുറിച്ച് ചിന്തിച്ചാൽ the salvation of God should awaken the gratitude of man. മനുഷ്യൻ നന്ദിയുള്ളവനായി മാറുന്നത് ദൈവം ചെയ്തത് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമ്പോഴാണ്. അങ്ങനെ പ്രതികരിക്കുന്ന മനുഷ്യൻ തനിക്കൊരു കുഞ്ഞ് ഒരു നന്മ ചെയ്താലും ഉടൻ താങ്ക് യു പറയും. കൊച്ചു കുഞ്ഞ് ചെയ്യുന്നു, മുതിർന്നവർ ചെയ്യുന്നു, അപ്പൻ ചെയ്യുന്നു, അമ്മ ചെയ്തു തരുന്നു. ഇതിലൊന്നും നന്ദി പറയാത്തവരുടെ പ്രശ്നം എവിടെ കിടക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തോട് നന്ദിയില്ല. ദൈവത്തോട് നന്ദിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഭൂമിയിൽ അവൻ ആരോടും എന്തില്ലാത്തത്? നന്ദിയില്ല. അവചാരിക്കുന്ന സെൽഫ് മെയ്ഡ് മാൻ ആണ്. അവൻ അവനെ തന്നെയാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇല്ല, നീ കഴിച്ച ഇത്രമാത്രം ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് അരിമണികൾ, നീ കുടിച്ച വെള്ളം, നീ ശ്വസിച്ച വായു, എത്രമാത്രം പ്രകൃതിയോട് എത്ര ജനത്തോട് കടപ്പെട്ടിരിക്കുന്നു. അവിടെയൊക്കെ കോൺട്രിബ്യൂഷനാണ് സഹോദര സഹോദരി നിന്റെ ഈ ഫിസിക്. അതിന്റെ ആത്മാർത്ഥമാണ്. രണ്ടാമത് ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് നോക്കുമ്പോൾ അത് മനുഷ്യരിൽ വരുത്തേണ്ടതായ പ്രതികരണം വേറെ ഒന്നുമല്ല, റെവറൻസ്, ഭക്തി. ദൈവത്തിന്റെ മഹത്വത്തെ, ഗ്ലോറിയെ കുറിച്ച് വാസ്തവത്തിൽ കണ്ടാൽ, ദൈവത്തിന്റെ ഉന്നതമായ മഹത്വത്തെ കുറിച്ച് വാസ്തവത്തിൽ തിരിച്ചറിഞ്ഞാൽ, the glory of God should awaken the reverence of man.
മനുഷ്യൻ ഭക്തനാകുന്നത് അവിടെയാണ്. യഹോവയോടുള്ള ഭക്തി ഉണ്ടാകും, ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ ആ മഹിമ കാണുമ്പോൾ. മൂന്നാമത് ദൈവത്തിന്റെ പവർ, ദൈവത്തിന്റെ ശക്തി അവൻ ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവൻ ദൈവത്തിലുള്ള ആശ്രയം അവനിൽ വർദ്ധിക്കും. ദ ട്രസ്റ്റ് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള ആശ്രയം അവന് വർദ്ധിക്കുന്നത്. ദൈവം ദൈവത്തിന്റെ ശക്തി ചെങ്കടൽ കീഴിൽ മുറിച്ചത്, ദൈവം ശക്തനായി ഇടപെടുന്നത്, അവന്റെ ശക്തി പല വിധത്തിലും. The power of God should awaken the trust of man. ആ മനുഷ്യൻ അവൻ വേറെ ഒന്നിലും എന്ത് ചെയ്യില്ല, ആശ്രയിക്കില്ല, വേറെ ഒന്നിലും അവൻ ആശ്രയിക്കില്ല. അബ്രഹാമിലേക്ക് അവൻ പറയും, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിൽ ഐ ട്രസ്റ്റ് ഇൻ ഗോഡ്. ഈ മൂന്ന് എലിമെന്റ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ഉയരുന്നത്? ഹല്ലേലൂയ, പ്രൈസ് ഉയരുന്നത്. These three are the constituent elements. എന്ന് പറഞ്ഞാൽ the essential ingredients. ഒരു കാര്യം ഉണ്ടാക്കുവാൻ ആവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ. സാമ്പാർ ഉണ്ടാക്കാൻ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമായിരിക്കുന്നത് പോലെ പ്രൈസ് ഉണ്ടാകണമെങ്കിൽ ആവശ്യമായിരിക്കുന്ന മൂലഹേതുക്കൾ, ഇൻഗ്രീഡിയൻസ്, എസെൻഷ്യൽ എലിമെന്റ്സ് ആണ് ഈ മൂന്നെണ്ണം. ഏതൊക്കെ? നന്ദി, ഭക്തി, ആശ്രയം. നന്ദി എന്തിന്റെ പ്രതിഫലനമാണ്? രക്ഷയുടെ. ഭക്തി എന്തിൻ്റെതാണ്? ദൈവമഹത്വം ധ്യാനിക്കുന്നതിന്റെ. ആശ്രയം എന്തിൻ്റെതാണ്? ദൈവശക്തിയെ തിരിച്ചറിയുന്നു. വെറുതെ വാക്കുകൾ കൊണ്ടുള്ള പ്രയോഗമല്ല പ്രൈസ്, അതിന് അതിൻ്റെതായ സ്ക്രിപ്ചറൽ ബാക്കിംഗ് ഉണ്ട്. Salvation here probably used in a broad sense. ഇവിടെ രക്ഷ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വിശാലമായ അർത്ഥത്തിലാണ്. പാപത്തിൽ നിന്നുള്ള മോചനം, ശാന്തിയിലൂടെ നമുക്ക് പ്രാപിച്ച പാപമോചനം എന്ന വിഷയം മാത്രമല്ല, but the ultimate salvation for Christians from every trial, every persecution and the coming final victory. അന്ത്യവിധിയെ മൂല്യരാട്ടിലേക്ക്, ആ സ്വർഗീയ തീരത്തിലേക്ക് അവൻ എത്തുന്നവരെയും അവൻ നമ്മെ രക്ഷയിൽ നടത്തുന്ന വിവിധ വിധങ്ങൾ, ഇതെല്ലാം ചെയ്യുന്ന വാക്കാണ് ഇവിടെയുള്ള ഈ വാക്ക്. ഇതെല്ലാം ആരുടേതാ മാത്രമാണ്? ദൈവത്തിന്റെ. നമ്മുടെ രക്ഷ ഒരു മകുടമായി അണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. രണ്ടാമത്തെ വാക്യം വായിച്ച് അവസാനിപ്പിക്കട്ടെ. Why did the singer speak of God in such exalted terms? എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ ഈ വലിയ പുരുഷാരത്തിന്റെ പാട്ട് ശരിക്ക് ഗ്രീക്ക് ഭാഷയിലെ ഹെവൻലി കോറസ് ആണ്, സംഘഗാനമാണ്. ഇവിടെ കുട്ടികൾ പാടുകളുണ്ട്, എല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്ത് കഴിയുന്നത് ശ്രമിച്ചു ഒറ്റ സൗണ്ട് മാത്രമാക്കാൻ. ഇതിലൊറ്റ സൗണ്ട് ഒരു സംഘഗാന കോറസ് ആണ്. എന്തുകൊണ്ടാണ് ഈ വാക്കുകൾ എക്സോർട്ടഡ് ടേംസ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ, രണ്ടാം വാക്കിൽ പറയുന്നത് ഇതുകൊണ്ടാണ്. ദേശീയാവർത്തിയുടെ ഭൂമിയെ വഷളാക്കിയ മേഘാവ് ഇച്ഛയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു, തന്റെ ദാസന്മാരുടെ രക്തങ്ങളുടെ കയ്യിൽ ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവന്റെ ന്യായവിധികൾ സത്യവും നീതിയും. Because his judgments are true and righteous. അവന്റെ ന്യായവിധികൾ സത്യവും നീതിയും. A song turned from general to specific things. രണ്ടാമത് 2, 3, 4 തുടർന്നിട്ട് ഈ ഒന്നിൽ മാത്രം നമ്മൾ പരിശീലിക്കണം, ഒന്ന് മാത്രം നമ്മൾ ചെയ്ത് ശീലിക്കണം. ദൈവത്തോട് നമ്മൾ സ്തോത്രം സ്തുതി പറയും. ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയില്, ദൈവമക്കളായി നമ്മുടെ സമൂഹത്തില് ചെയ്തു തരുന്ന നല്ല കാര്യങ്ങൾ, വീര്യ കാര്യങ്ങൾ, അത്ഭുത കാര്യങ്ങൾ ഓർക്കുമ്പോൾ തീർച്ചയായും ദൈവം സ്തുതിക്കണം. ദൈവത്തിന്റെ വചനം വിട്ടിട്ട് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ദൈവം ചെയ്യുന്നതല്ല. വേറൊരു ശക്തി ഉണ്ട്. നമ്മുടെ സംഗീതത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ വലിച്ചു കൊണ്ടുപോകാൻ ഒരു ശക്തിയുണ്ട്. അവൻ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ വെച്ച് തരും. പക്ഷെ അത് ദൈവത്തിൻ്റെതല്ല. ദൈവം തന്റെ വചനം മാനിക്കുന്നിടത്ത് മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൽ തന്നെ പേഴ്സണാലിറ്റി ഫ്രിക്ഷൻ ഉണ്ടാകും. ദൈവം സ്വന്തം വചനത്തെ എന്ത് ചെയ്യില്ല, ലഭിക്കില്ല. അവന്റെ വചനം മാനിക്കുന്നത് അവന്റെ ശക്തി. ഹല്ലേലൂയ പറയുക, സ്തോത്രം പറയുക, വെറും ഹല്ലേലൂയ. അത് പറയുന്നതിന്റെ പിന്നിൽ വ്യക്തമായ ബോധം, വ്യക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കാം. 28ാമത്തെ ഗാനം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ഗാനം നമുക്ക് പാടാം. സോങ് നമ്പർ 28 ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കും.